ഫാമിലി ബാക്ക് ബെഞ്ച് കപ്പിൾ. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളായിട്ട് കാണിക്കാൻ പോണത്. അപ്പോൾ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് ലഞ്ചായിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. ഒരു കടി ചായയുടെ ഒപ്പം നമ്മൾ ചൂടോടെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ചൂടോടെ ഒരു കടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വേറൊന്നുമല്ല, ഉള്ളിവടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഉള്ളിവട എത്രത്തോളം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എത്രത്തോളം എന്താ പറയുക ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ഒട്ടും കഴിക്കണ്ട അല്ലേ, നമുക്ക് നേരെ ചായക്ക് നല്ല ചൂട് ഉള്ളിവട നമുക്ക് ഉണ്ടാക്കിയാലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സുഭദ്രേ, ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. അപ്പോൾ നമ്മളിതാ മീഡിയം സൈസായിട്ടുള്ള സവോള 2 എണ്ണം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളൊരു 3 പച്ചമുളകും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ആവശ്യത്തിനിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ഒരുപാട് കൂടിയാൽ ശരിയാവില്ല കേട്ടോ. ആ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതിന് നീരിറങ്ങി വരുന്ന വരെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിങ്ങനെ നന്നായിട്ട് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരുന്ന വരെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ് വരെ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് കടലമാവ് ചേർക്കാം. ഇനി നമുക്ക് കടല പൊടിച്ചിട്ടും ചേർക്കാം കേട്ടോ. അതിനുശേഷം അതേപോലെ തന്നെ 1/2 കപ്പ് നമുക്ക് അരിപ്പൊടിയും കൂടി ചേർക്കാം. അരിപ്പൊടി നമ്മൾ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചീനച്ചട്ടിയിൽ നമ്മുടെ വറുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് വറുത്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് കയ്യിലൊന്ന് എണ്ണ പരട്ടിയിട്ട് വേണം കേട്ടോ അത് ഷേപ്പാക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് വന്നിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ പരട്ടിയിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ ഈ പാകത്തിന് വരണം കേട്ടോ. കുഴന്ന് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പൊട്ടിപ്പോവും, പിന്നെ അത് എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ പിന്നെ ഉള്ളിയൊക്കെ ഭയങ്കരമായിട്ട് വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വറുക്കുമ്പോഴൊക്കെ നോക്കിയിട്ട് ഈ പാകത്തിന് എല്ലാം ചേരുവകളൊക്കെ പാകത്തിന് ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ അത് നന്നായിട്ടൊന്ന് ആ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം. ഇനി അങ്ങനെ ഈ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കതൊന്ന് കോരിയിട്ട് മാറ്റിയെടുക്കാം. ഈ ഒരു ബ്രൗൺ കളർ മതി. ഒരുപാട് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ മതി. ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്തിട്ട് വറുത്തെടുക്കാം. ഞാനിതിലിപ്പോൾ 3 കേട്ടോ ഇടുന്നത്. നിങ്ങളുടെ ചീനച്ചട്ടി വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം. ഇതിലിപ്പോൾ 3 വെച്ചാലേ കറക്റ്റാവുള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞ് ഒട്ടിപ്പിടിച്ചിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതിൽ 3 വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതും നമുക്കൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഒരുപാട് ലോ ആക്കാൻ പാടില്ല, ഒരുപാട് ഹൈ ഫ്ലെയിമിലും ഇടാൻ പാടില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ. ഒരുപാട് ഹൈ ആയിക്കഴിഞ്ഞാൽ നന്നായി കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അതുപോലെ തന്നെ ഒരുപാട് ലോ ആയിക്കഴിഞ്ഞാൽ ഉള്ളു വേവില്ല. ഉള്ളു വെന്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുറമേ മാത്രമായിരിക്കും മുരിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും മാറിക്കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വേണം അതൊന്ന് വറുത്തെടുക്കാൻ. പിന്നെ ഇതൊക്കെ ചായടൊപ്പം നല്ല ചൂട് ചായടൊപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് എന്താ പറയുക ഇനി ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. ബാക്കി വന്ന മാവും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ അപ്പളെ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം.
ഒന്നരമായിരിക്കുന്നു. വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ.